ദുനിയാവിലും ആഖിറത്തിലും ജയിക്കണമെന്നുണ്ടെങ്കിൽ നീ സ്വലാത്തിലേക്കോ. സ്വലാത്ത് എന്താ? സ്വലാത്ത് തുജ്ലിബുൽ അർസാഖ്, റിസ്ഖിനെ കൊണ്ടുവരും, റിസ്ഖിനെ കൊണ്ടുവരും. ജോലിയില്ല, എന്താ ചെയ്യേണ്ടത്? ദുബായിൽ പോയ ഒരാൾക്ക് ജോലി ചെയ്തിരുന്നാൽ ജോലി ഉണ്ടായിരുന്നു, പിന്നെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അയാൾ പണ്ഡിതനായ അലീൽ ഹാഷിമിൻ്റെ അടുത്ത് പോയി സൗകര്യം കിട്ടിയപ്പോൾ അലീൽ ഹാഷിമി സ്ഥാര എന്ന ജുമാക്ക് വരുന്ന പള്ളിയിൽ ഇങ്ങനെ ആണ് അയാളും ജുമാക്ക് കൂടാറുള്ളത്. അപ്പോൾ ഇയാൾ എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ്. ഈ പണി ഉണ്ടായിരുന്നു, പിന്നെ ദുബായിലെ പണി പോയി, പിന്നെ ഭയങ്കര വിഷമത്തിലായി. അങ്ങനെ അലീൽ ഹാഷിമി ദുബായിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ജുമാക്ക് കൂടുന്ന സമയത്താണ് ഇയാളും ജുമാക്ക് കൂടല്. ജുമാക്ക് കഴിഞ്ഞ് എല്ലാവരും പോകുന്നവരെ ഇയാളിങ്ങനെ കാത്തിരുന്നു. അലീൽ ഹാഷിമിയെ ഒറ്റക്ക് കിട്ടിയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി പറഞ്ഞു, പിന്നെ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഉടനെ പറഞ്ഞു, സ്വലാത്ത് അലാ റസൂലില്ലാ, സ്വലാത്തിലേക്ക്. ഫഇന്ന സ്വലാത്ത തുജ്ലിബുൽ അർസാഖ്, ഏത് റിസ്കിനെയും കൊണ്ടുവരാൻ എന്തിനു കഴിയും? സ്വലാത്തിന് കഴിയും. اللهم اجعلنا منهم 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 اللهم اجعلنا منهم. സാധാരണയായി ഗർഭം 9 മാസം ആയാൽ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കാറുണ്ട് പെണ്ണുങ്ങളോട്, എൻ്റെ സൂറത്തുൽ തൗബയിലെ അവസാനത്തെ 2 കൊളും എന്നോട് അനവധി കുടുംബം പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും അങ്ങനെ ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ട് ഞാനും അങ്ങനെ ചില ആളുകളോട് പറയാറുണ്ട്. മനസ്സിലായില്ല ഏതായിട്ട്? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. പെണ്ണുങ്ങൾക്ക് പ്രസവം പൂർത്തിയാവുന്ന സമയത്ത് ചോദിച്ച ഉസ്താദ്മാർ പറയും, അവരോട് എപ്പോഴും വേദന ഇളകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും കൊളിഞ്ഞ് വേദന ഇളകിയാലും ആശുപത്രി പോയാലും ഇല്ലെങ്കിലൊക്കെ എന്തെങ്കിലും കൊളി എന്ത് ലഖദ് ജാഅകും. ഇത് കേട്ടിട്ട് ഞാനും ചില ആളുകളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നോട് 1 ഡസനും 2 ഡസനൊന്നും അല്ല, ഈ അടുത്ത കാലത്ത് തന്നെ വന്ന് പറഞ്ഞ കുടുംബനാഥന്മാർ ഒക്കെ വേറെ അവസാനത്തെ പരിശോധനയിലും ഓപ്പറേഷൻ വേണ്ടിയെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്തേ നടന്നതെന്നറിഞ്ഞില്ല, എന്താ നടന്നതെന്നറിഞ്ഞില്ല, ഒക്കെ കഴിഞ്ഞു പോയി, ഒരു പ്രയാസം ഉണ്ടായില്ല. എന്ത്? മുഹമ്മദ് ബിബറക്കത്തി മുഹമ്മദ് ബിബറക്കത്തി മുഹമ്മദ് ബിബറക്കത്തി മുഹമ്മദ് ബിബറക്കത്തി മുഹമ്മദ് ബിബറക്കത്തി. എന്ത് പ്രശ്നമൊക്കെ പറയുന്നത്? ജുമാ നിസ്കരിച്ചിട്ട് ഒരാൾ 99 വട്ടം ഈ ആയത്തോടിയാൽ ആ ആഴ്ച ഭക്ഷണത്തിന് കൊടുങ്ങൂലാണ്. എൻ്റെ ഫളായിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ആയത്തിൻ്റെ ഫളായിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് 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 പറയും? എന്ത്? ജുമാ നിസ്കരിക്കാം പെണ്ണുങ്ങൾക്കും പറ്റും. ജുമാ ആളുകൾ പിരിഞ്ഞതിന് ശേഷം അസറിന് മുമ്പ് 99 വട്ടം, ലഖദ് ജാഅകും 99 വട്ടം, എന്നിട്ട് സ്വലാത്തിൽ അവസാനിപ്പിക്കുക. അങ്ങനെ 100. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ആയത്ത് സിറുൽ ഖുർആൻ, ഖുർആന്റെ രഹസ്യമാണ് ഈ ആയത്ത്, ഖുർആന്റെ രഹസ്യമാണ്. ഇത് ഒരാൾ ജുമാ നിസ്കരിച്ചിട്ട് അസറിന് മുമ്പ് 99 വട്ടം ചൊല്ലിയാൽ അയാൾക്ക് ആ ആഴ്ച ഭക്ഷണത്തിന് കൊടുക്കില്ല. സുബഹിയുടെ മുമ്പ് ഫജ്റിന്റെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് 1 വട്ടം ഈ ഒറ്റ വട്ടം ഈ ആയത്തോടിയാൽ അന്ന് അയാള് ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു അമലിലും പങ്കെടുക്കേണ്ട ദൗർഭാഗ്യം ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്താ പറഞ്ഞേ? സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് ഉണ്ടല്ലോ, ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ വട്ടം. ലഖദ് ജാഅകും റസൂലുൻ, മുത്തനബിയെ പറ്റിയുള്ള ആയത്ത്, റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ. ഒറ്റ വട്ടം ഓതിയാൽ മതി. ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും അന്നത്തെ ദിവസം ഇടപെടേണ്ട ദൗർഭാഗ്യം ഉണ്ടാവില്ല. നമ്മളുണ്ടല്ലോ, ഞാനതിൽ പോയി പെടൂല. അയാളങ്ങനെ സംരക്ഷിക്കും. ആര് സംരക്ഷിക്കും? മലക്കുകൾ സംരക്ഷിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഗ്രിബ് നിസ്കരിച്ചിട്ട് 3 വട്ടം ഓതിയാൽ 24 മണിക്കൂറിൻ്റെ സിഹർ ഉണ്ടാവില്ല. വ്യാഴാഴ്ച മഗ്രിബ് നിസ്കരിച്ചിട്ട് ഓതിയാൽ ഒരാഴ്ച സിഹർ ബാധിക്കൂല, കണ്ണൂർ ബാധിക്കൂല.
നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായി പറഞ്ഞത്? വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കരിച്ചാൽ എന്തായല്ലോ? വിളിച്ചലാവായില്ലേ? അപ്പം വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കരിച്ചിട്ട് 3 വട്ടം ഓതിയാണ് ആ ആഴ്ച സിഹറോ കണ്ണേറോ ബാധിക്കൂല. എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കരിച്ചിട്ട് 3 വട്ടം ചൊല്ലിയാൽ 24 മണിക്കൂറിൽ സിഹറോ കണ്ണേറോ ബാധിക്കൂല. എന്തേ? അത് മദ്ഹുൽ മുസ്തഫ, അത് മദ്ഹുൽ മുസ്തഫ, അത് മദ്ഹുൽ മുസ്തഫ. അടുക്കളയിലെ ഒരു പെണ്ണ് ഇത് അവളെ ശുദ്ധിയിൽ ദായിമാക്കുന്ന ഒരു പെണ്ണ് ഒരു അടുക്കളയിലുണ്ടെങ്കിൽ ആ പുരയിൽ കഞ്ഞി കൂടുങ്ങൂല. നിങ്ങൾ പേടിക്കണ്ട, മുജറബാണ്. പേടിക്കണ്ട, 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 നിങ്ങൾ പേടിക്കണ്ട. എന്താ പറഞ്ഞേ? പറ. ദായിമായി ഈ ആയത്തോന്നുന്ന ഒരു പെണ്ണ് ഒരു കൂട്ടാനോട് എടുത്തു വെച്ചു, ഒരു കഞ്ഞിക്കലാണ്ട് വാങ്ങിച്ചു, ഒരു കഞ്ഞിക്കലാണ്ട് കയറ്റി വെച്ചു. അപ്പോഴൊക്കെ എന്തോടും ലഖദ് ജാഅക്കും. ആ ഭക്ഷണത്തിൽ നിന്ന് വിഷം ഉണ്ടാവില്ല, ആ ഭക്ഷണത്തിൽ വിഷം ഉണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. ആ ഭക്ഷണത്തിൽ വിഷം ഉണ്ടാവില്ല, ആ ഭക്ഷണം ആരോഗ്യം നഷ്ടപ്പെടുത്തൂല. ഒരു പെണ്ണ് അടുക്കളയിൽ ഉണ്ടാവണം. ആ പെണ്ണ് ഒരു കല അങ്ങോട്ട് വാങ്ങിച്ചാലും ഒരു കല അങ്ങോട്ട് എടുത്തു വെച്ചാലും എന്ത് പറയണം? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫതവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇതൊന്നുമല്ല 10 ദിവസം പറഞ്ഞാലും തീരാത്ത ഫളായിൽ ഈ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വൽപ്പത്തരം പറയല്ല, അതിന്റെ വൽപ്പത്തരം പറയാണ്. ഒരു 10 ദിവസമെങ്കിലും വയൽ പറഞ്ഞാൽ തീരാത്തത്ര ഫളായിൽ ഈ ആയത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തേ? അത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് മങ്കൂസ് മൗലൂദിൽ ആ ഒറ്റായത്തേ ഉള്ളൂ. ഒറ്റായത്ത്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി وسماه محمدا وآخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحد فوجد بوجهنا خجل قمرا وفرقنا له هو الذي توسل به آدم എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് قال الله تعالى لقد جاءكم റസൂൽ. ഒറ്റായത്താണ് അൽ ബഖറ. ബഹുമാനപ്പെട്ട ഒറ്റായത്താണ് ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലൂദ്. ചിന്തിക്ക്. പഴമക്കാർ മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യന്മാരിൽ നിന്ന് കിട്ടിയ ഒരു തഖ്രീർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ തഖ്രീറിലുള്ളത്? മങ്കൂസിന്റെ ആദ്യത്തെ ഹദീസിൽ തന്നെ ഈ ആയത്ത് കൊടുക്കാൻ കാരണം ആ ആയത്തിൽ ഇസ്മുൽ അഅ്ലം ഉണ്ടെന്ന് ഖുത്ബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ ഹദീസ് തിരക്കാണെങ്കിൽ ഒരാൾ ഒരു ഹദീസ് ഓതിയാലും അവന് ഇജാബത്തുണ്ടാവും. എന്തുകൊണ്ട്? ആ ആയത്തിൽ ഇസ്മുൽ അഅ്ലം ഉണ്ട്. ഏതായത്ത്? ലഖദ് ജാഅക്കും എന്ന ആയത്തിൽ ഇസ്മുൽ അഅ്ലം ഉണ്ടെന്ന് വേറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നടന്നു. വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലിക്കോ, ഏത് വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലിക്കളാ. കാറ് കയറുമ്പോൾ ബസ് കയറിക്കോ ചെല്ലിക്കോ, ഒന്നും പറ്റൂല. വിമാനത്തിൽ കയറുമ്പോൾ ചെല്ലിക്കോ. ഞാൻ ഇന്നലെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, ഇന്നലെ ചെല്ലിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളെൻ്റെ കൂടെ അല്ലേ? മനസ്സിലായില്ലേ? ഞാനൊരു വലുപ്പത്തരം പറയല്ല, ചെറുപ്പത്തരം പറയാണ്. നമ്മളെ ചെറുപ്പത്തരും അതിൻ്റെ വലുപ്പത്തരം അയിമ കൂടിക്കോളി. എന്തേ? അത് മദ്ഹുൽ മുസ്തഫ, മദ്ഹുൽ മുസ്തഫ. അള്ളാന്റെ ഹബീബിനെ നീ വില കുറച്ചാലടാ ഈമാനില്ലാതെ എത്തും. എനിക്ക് ഞാൻ എന്ത് ഉത്തരവാദിയാണ്? സുന്നി മൂല്യന്മാർക്ക് മറുപടി പറയാൻ വേണ്ടി കുറെ ആളുകൾ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മറുപടി അറിയില്ല. നിങ്ങളേരെ പോരാ. നിങ്ങളോടൊന്നും മറുപടി നമുക്ക് നിങ്ങളേരെ ഇല്ല. നിങ്ങളോട് വർത്തമാനം പറഞ്ഞത് ഞാനില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തിന് മുമ്പ് നന്നാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ആഖിബത്ത് നാശവും. അള്ളാഹു കാക്കട്ടെ. മുസ്തഫായ റസൂലുള്ളാഹിനെ വില കുറച്ചിട്ട് നന്നാവുന്ന ഒരാൾ വിചാരിക്കണ്ട. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ കോഴിക്കോട്ടെ കടപ്പുറത്ത് ശംസുൽ ഉലമ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിമാരുടെ ബാപ്പമാരൊക്കെ ഇസ്ലാമിക വിരുദ്ധരായിരുന്നു. പിന്നീട് ഒരു നന്നായി. അതിന് കാരണം ബുർദത്തു ഷരീഫ അവരുടെ നാട്ടിൽ പ്രചരിച്ചു. ബുർദയിൽ നന്നായി. മുഗൾ ചക്രവർത്തിമാർ നന്നാകാനുള്ള കാരണം ബുർദയാണ്. പിന്നീട് മുഗൾ ചക്രവർത്തിമാരെല്ലാം ഖാജയുടെ മുരീദന്മാരായി. എല്ലാ മുഗൾ ചക്രവർത്തിമാരും ഖാജന്റെ മുരീദന്മാരായി. മനസ്സിലാവണ്ട പറഞ്ഞത്? ഔറംഗസീബ് ഷാജഹാൻ രാജാവിന് ഒരു മകളുണ്ട്, ജഹനാര. ജഹനാരയുടെ ആത്മകഥ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജഹനാര അവസാനമായി വസിയത്ത് ചെയ്യുന്നത് എൻ്റെ രാജകുമാരിയുടെ ഖബറാണ് എന്ന് എൻ്റെ മീസാൻ കല്ലുമേൽ എഴുതരുത്. ഹാദാ ഖബറു മുരീദത്തി ഖാജ. ഇത് ഖാജയുടെ മുരീദത്തിന്റെ ഖബറാണ് എഴുതിച്ച മതി.
ആരാ ഖാജ? മിൻ അഹ്ഫാദിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ആര്? ഖാജ. ഞാൻ ഈ ആഴ്ച ബഗ്ദാദില് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മക്ബറയിൽ പോയിട്ടുണ്ട്. ഈ ആഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ബഹുമാനപ്പെട്ട തിങ്കളാഴ്ചയും പോയിട്ടുണ്ട്, ചൊവ്വാഴ്ചയും പോയിട്ടുണ്ട്. ഇങ്ങനെ കയറുമ്പോൾ ആദ്യത്തെ വാതിലിൻ്റെ മരപ്പടിമേൽ, മുകളിലെ മരപ്പടിമേൽ, നേരെ തലക്ക് മുകളിലെ മരപ്പടി. മനസ്സിലായില്ല? മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിലേക്ക് നമ്മളാണ് കയറുകയാണ്. വാതിലിന്റെ മുകളിലെ മരപ്പടിമ എഴുതിച്ചിട്ടുണ്ട് ഇങ്ങനെ: അബ്ദുൽ ഖാദിറിൽ മശ്ഹൂറു ഇസ്മി വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. ഒറ്റ വരി, രണ്ടാമത്തെ വരി ഇല്ല, ഒറ്റ വരി. വഅബ്ദുൽ ഖാദിറിൽ മശ്ഹൂറു ഇസ്മി വജദ്ദി മുഹമ്മദുൽ ബദർ ഐനുൽ കമാലി. എൻ്റെ പേര് അബ്ദുൽ ഖാദിറാണ്, എൻ്റെ വല്യാപ്പ ഐനുൽ കമാലാണ്. അള്ളാഹുവിൻ്റെ പൂർണ്ണതയുടെ യഥാർത്ഥ പൂർണ്ണത, അള്ളാഹു ഭൂമിക്ക് നൽകിയ പൂർണ്ണതയാണ്. ആര്? വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടിട്ടുണ്ട്. എല്ലാവരും അഭിമാനിച്ചത് മുത്തുനബിയിലാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ.